blessing today. എല്ലാവർക്കും നമസ്കാരം. 1000 എപ്പിസോഡ് തേക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് എറണാകുളത്ത് നിന്നും ഫ്രാൻസിസ് ആൻഡ് ലത, അവരുടെ മകൾ താര ഫ്രാൻസിസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. Many happy returns of the day, Tara. അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം വന്നു ചേരുവാനായിട്ട്, അവളുടെ പഠനത്തിന് വേണ്ടി, അവളുടെ ഭാവിക്ക് വേണ്ടി, അവളുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഫ്രാൻസിസിൻ്റെയും ലതയുടെയും അടുത്ത മകൻ പോളിന് വേണ്ടിയിട്ടാണ്, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വരുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതം അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുവാനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സ്, ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയിൽപ്പെട്ടവർ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി, സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ കുടുംബത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന താരമോളെ ഞങ്ങൾ യേശുവിൻ്റെ കൈകളിലേക്ക് എടുത്ത് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൈവച്ച് നിൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ സ്റ്റഡീസിനെയും അതുപോലെ അവളുടെ ഫ്യൂച്ചറിനെയും അവളുടെ ഫ്രണ്ട്സിനെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താരയുടെ ബ്രദർ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരം നിൻ്റെ മകനോട് കൂടെ ഇരുന്ന് കർത്താവെ നിൻ്റെ പെർഫെക്റ്റ് വേസിൽ തന്നെ നടത്തി ഗൈഡ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫ്രണ്ട്സിനെ അതുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ ആ സാൽവേഷൻ എക്സ്പീരിയൻസിൽ മുന്നിലേക്ക് പോകാൻ അവരെ സഹായിക്കണമേ. ഈ മുഴു കുടുംബത്തെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. അടുത്ത വ്യക്തി എന്നുള്ളത് ഷാർജയിൽ നിന്ന് ലാജു പോൾ എം. അദ്ദേഹത്തിൻ്റെ മകൻ ഡോമിനിക്കിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. സോ ഇൻ അഡ്വാൻസ് many happy returns of the day. ഇളയ മകൻ ഫ്രാൻസിസ് ആ കുഞ്ഞിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഫിഷറിൻ്റെ അസുഖത്തിൽ നിന്നുള്ള വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട്, ഇവരുടെ 3 മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ പേരൻസിന് വേണ്ടിയിട്ടും ബ്രദേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി ഈ കുടുംബാംഗങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഷാർജയിൽ നിന്നുള്ള ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ എഴുതി തന്നിട്ടുള്ള ഈ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മോനെ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളും പറയപ്പെട്ട ഈ വിഷയങ്ങളുടെ മേൽ വരട്ടെ. ഇന്നവർ പ്രാർത്ഥന വിഷയമായ ദൈവസംഘം ഉണർത്തിച്ചിരിക്കുന്നെങ്കിൽ നാളെ 1000 നാവോടെ ദൈവത്തിൻ്റെ സാക്ഷികളാകത്തക്ക രീതിയിൽ അനുഗ്രഹങ്ങൾ ഈ വിഷയങ്ങളുടെ മേൽ വരട്ടെ. കർത്താവെ, ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 2 സ്പോൺസേഴ്സിനോടും ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6 വെള്ളി ശനി ദിവസങ്ങളിൽ
രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും. അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഇനി നമുക്ക് ദൈവവചന സന്ദേശത്തിലേക്ക് പോകാം. ഇന്നലെ അന്ധേരിയിൽ നിന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. എൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ കുറിച്ചെടുക്കുന്നുണ്ട് എന്ന്. നമുക്ക് ആക്ച്വലി സെർമൺ നോട്ട് കീപ്പർ എന്നുള്ളൊരു പുസ്തകം തന്നെ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വി റിയലി വാണ്ട് ടു കൾട്ടിവേറ്റ് എ സ്പെഷ്യൽ കൾച്ചർ എമംഗ് ഓൾ ദ ബിലീവേഴ്സ് ആൻഡ് ഓൾ ദ പീപ്പിൾ ടു ടേക്ക് ഡൗൺ നോട്ട്സ് വെൻ ദ ലിസൺ ടു ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. അതുകൊണ്ട് എല്ലാവരും തന്നെ കേൾക്കുന്ന വചനങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കുറിച്ചെടുക്കണം. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. Jesus said, if you come to me, I will never leave you as orphans. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. There are so many loners in the world. ഈ ലോകത്തിൽ ഒത്തിരി ഏകാകികളുണ്ട്. There are single mothers and single fathers. അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരും അപ്പന്മാരും There are ഒക്കെയുണ്ട്. widows and widowers. അതുപോലെ തന്നെ വിധവമാരും വിഭാര്യന്മാരും ഒക്കെയുണ്ട്. Some individuals, they have people all around them, but still they experience loneliness in their heart. ചില ആളുകളാണെങ്കിൽ വീട്ടിൽ നിറച്ചു ആളാണ്, പുറത്തു ചെന്നാലും ചുറ്റിലും നിറച്ച ആളാണെങ്കിൽ എപ്പോഴും മനസ്സിൽ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയുള്ള ചില ആളുകളുണ്ട്. But Jesus says, എന്നാൽ യേശു കർത്താവ് പറയുന്നു, come to me. എൻ്റെ അടുക്കിലേക്ക് വാ, Come to me. എൻ്റെ അടുക്കിലേക്ക് വാ. I will never leave you as orphans. ഞാൻ നിങ്ങളെ ഒരിക്കലും ഒരു അനാഥനെ പോലെ കൈവിട്ട് കളയുകയില്ല. I will come to you personally. ഞാൻ നിന്റെ അടുക്കൽ വ്യക്തിപരമായി നിന്റെ അടുക്കൽ ഞാൻ വരും. I'm not going to send my assistant. അതിന് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ അയക്കുകയല്ല. I'm not going to send my secretary. എൻ്റെ സ്വർഗ്ഗത്തിലെ സെക്രട്ടറി അല്ല യേശു കർത്താവ് പറയുന്ന സെക്രട്ടറി അല്ല ഞാൻ നിനക്ക് വേണ്ടി അയക്കുന്നത്. I'm not going to send Michael or Gabriel. ഗബ്രിയേൽ ദൂതനെയോ മീഖായേൽ ദൂതനെയോ അല്ല ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി അയക്കാൻ പോകുന്നത്. I will come to you. സർവശക്തനായ ഞാൻ തന്നെ നിന്റെ അടുക്കൽ വരും. I will be with you. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. When you are in danger, നിങ്ങൾ അപകടത്തിലായിരിക്കുമ്പോൾ, when you are in trouble, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ, when you think that you are in troubled waters, നിങ്ങൾ ഇന്ന് പ്രശ്നത്തിന്റെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ, Jesus says, I will never leave you as orphan. യേശു കർത്താവ് പറയുകയാണ്, ഒരു അനാഥനെ പോലെ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല. Your life will never be unattended. നിന്റെ ജീവിതം ഒരിക്കലും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതായിരിക്കുകയില്ല. I will take care of your life. ഞാൻ നിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഇന്നു മുതൽ കയ്യേറി നോക്കും. Can you show me anyone who has given you such a promise? ഇത്തരം ഒരു വാഗ്ദാനം എല്ലായ്പ്പോഴും അസിസ്റ്റന്റിനെ വിടാതെ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയുന്ന ഒരു വാഗ്ദാനം നൽകാൻ വേറെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? Before Jesus was taken to heaven, യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് Jesus gave us a promise. യേശു കർത്താവ് ഒരു വാഗ്ദാനം നൽകി. Go into all the world, ലോകമെമ്പാടും പോയി, and I will be with you all the days of your life. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. That means some people, even Christians, they think that Jesus will be with us on Sundays. ഒത്തിരി ആളുകളും എന്തിനു പറയണം, ക്രിസ്ത്യാനികൾ പോലും ചിന്തിച്ചു വെച്ചിരിക്കുന്നു യേശു കർത്താവ് ഞായറാഴ്ച ദിവസം മാത്രമായിരിക്കും. Because that is the day all the Christians go to church. കാരണം അന്നത്തെ ദിവസം അല്ലേ പള്ളി പോകുന്നത്, അതുകൊണ്ട് അന്നത്തെ ദിവസം മാത്രമാണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതെന്നാ That day ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. we worship the Lord. അന്നത്തെ ദിവസം കർത്താവിനെ We ആരാധിക്കുന്നു, listen to the word. ദൈവത്തിന്റെ വചനം അന്ന് കേൾക്കുന്നു, Children of God are around us. എല്ലാ ദൈവത്തിന്റെ മക്കളുടെ കൂടെ ഇരിക്കുന്നു. That day Jesus will be with us. അന്നത്തെ ദിവസം യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. But the next day, എന്നാൽ തിങ്കളാഴ്ച, Monday,
തിങ്കളാഴ്ച. Stressful day. ഓ ഏറ്റവും വലിയ സ്ട്രെസ് ഉള്ള ദിവസം. The first day of the week. The week of work. ജോലിയുടെ ആദ്യത്തെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം. One census says that the most number of heart failures, heart attacks take place on Mondays. ഇങ്ങനെയാണ് ഒരു കണക്കെടുപ്പ് നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെയാണെന്നാണ്. Because that is the day after a relaxed weekend, all the pressures and stress of the work and business come into the heart. അന്നത്തെ ദിവസമാണ് തലേ ആഴ്ചയിലെ വീക്കെൻഡിന്റെ സകല സന്തോഷവും എല്ലാം മറവിക്കും ശേഷമായിട്ട് എല്ലാ ബിസിനസിന്റെയും ജോലിയുടെയും സകല പ്രഷറും കൂടി എടുത്തു വെക്കുന്ന ദിവസം. Heart is gone. അടിച്ചു പോവും ഹാർട്ട്. But Jesus says, എന്നാൽ യേശു കർത്താവ് പറയുന്നു, give me that stress. ആ സ്ട്രെസ്സും പിരിമുറുക്കങ്ങളൊക്കെ എനിക്ക് തന്നേക്ക്. Give me that tension. ആ ടെൻഷൻ എനിക്ക് തന്നേക്ക്. Give me that burden. ആ ഭാരം എനിക്ക് തന്നേക്ക്. I am the best burden carrier. ഞാനാണ് ഏറ്റവും നന്നായി ഭാരം ചുമക്കാൻ കഴിവുള്ളവൻ. So come unto me, all who work hard and labor, come unto me, I will give you rest. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവേ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Can you show me one guy who has ever promised to give you rest, taking away, alleviating you from all the burdens and pain? ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെയും ജോലിയുടെയും സകല ഭാരം ഞാൻ ചുമന്നോളാം, ഇനി നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? Even the trade union leaders will not give you rest. ഓ എന്തിനു പറയണം, നിങ്ങളുടെ ട്രേഡ് യൂണിയൻ ലീഡറിന് പോലും ആ റെസ്റ്റ് വിശ്രമം നൽകാൻ പറ്റില്ല. But Jesus says, എന്നാൽ യേശു പറയുന്നു, give me all your burden. നിങ്ങളുടെ സകല ഭാരം എനിക്ക് തന്നേക്ക്, I will carry. ഞാനത് ചുമന്നോളാം. Hallelujah. Hallelujah. I will carry your burden. ഞാൻ നിങ്ങളുടെ ഭാരം ചുമന്നുകൊള്ളാം. You go free. നിങ്ങൾ I സമാധാനത്തോടെ will carry your burden. ഞാൻ ആ ഭാരം ചുമന്നുകൊള്ളാം. You take rest. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. Somebody shout a big quality hallelujah to Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് ശബ്ദമുയർത്തി ഏറ്റവും ശബ്ദത്തിനൊരു ഹല്ലേലൂയ പറയാമോ? Can you shout a big thunderous Mumbai hallelujah? Hallelujah. Praise God. Praise God. So Jesus, the promises of Jesus are really, really unique. ഓർക്കുക, യേശുവിന്റെ വാഗ്ദാനം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നിസ്തുല്യമായ വാഗ്ദാനമാണ്. Everything that you face in your human life, നിങ്ങളുടെ മനുഷ്യ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിലും Jesus is more than willing to give you a helping hand. ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശു കർത്താവ് സഹായത്തിന്റെ കരം നീട്ടാൻ അവൻ സന്നദ്ധനാണ്. This is because Jesus has gone through the whole spectrum of life. കാരണം എന്തെന്ന് വെച്ചാൽ ജീവിത ചക്രത്തിന്റെ ഓരോ അനുഭവത്തിലൂടെയും യേശു കർത്താവ് കടന്നുപോയത് കൊണ്ടാണ്. He himself came and tasted what human life is. മനുഷ്യ ജീവിതം എന്താണ് എന്നുള്ളത് മനുഷ്യ രൂപം എടുത്ത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയവനാണ് യേശു കർത്താവ്. Brother, are you really worried right now? നിങ്ങൾ ഇപ്പോൾ ശരിക്കും ഏതെങ്കിലും കാര്യത്തിൽ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? Sister, are you really tired of this life? സഹോദരി, നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? I can show you the shoulder of Jesus where you can really recline and rest. ഓർക്കുക, നിങ്ങൾക്ക് ചാരി കിടക്കുവാനുള്ള ഒരു നെഞ്ച്, ഒരു മാറ് ഞാൻ കാണിച്ചു തരാം. അതാണ് യേശുവിന്റെ മാറ് എന്നുള്ളത്. And finally Jesus said, ഒടുവിലായി യേശു കർത്താവ് പറയുന്നു, if you come to me, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ I will give you not life but eternal life. ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഒരു ജീവിതമല്ല, മറിച്ച് നിത്യജീവനെ നൽകും. Did you listen to that? Say it again. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുവോ? യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സാധാരണ ജീവനല്ല, നിത്യജീവൻ നൽകും. Did you listen to that? Say it once again. ഞാൻ നിങ്ങൾക്ക് ഒരു സാധാരണ ജീവനല്ല, പിന്നെ ഉറക്കെ പറയാമോ, നിത്യജീവൻ നൽകും. If
എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു കർത്താവ് ചെയ്ത വലിയ നന്മയെക്കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. ഇവർ ചെന്നൈയിലായിരുന്ന സമയത്ത് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിനും എല്ലാം മുടങ്ങാതെ വരുന്ന നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണിത്. എന്നാൽ ഇവർ കഴിഞ്ഞ വർഷം മുംബൈയിലേക്ക് താമസം മാറി. ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മകൾ ശ്രിയ എന്നാണ്. കുഞ്ഞിന് 4 വയസ്സ് പ്രായം. ഈ മകൾ ചെന്നൈയിൽ വെച്ച് പ്ലേ സ്കൂളിൽ പോകുമായിരുന്നു. എന്നാൽ മുംബൈയിൽ ഇവർ സ്കൂളിൽ ചേർത്തു. LKGയിൽ കുഞ്ഞ് ജോയിൻ ചെയ്തു. പക്ഷേ 1ാമത്തെ ദിവസം മുതൽ കുഞ്ഞ് വളരെയധികം കരയുമായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാതെ കരഞ്ഞ് കൊണ്ടുപോകുന്ന സ്കൂളിൻ്റെ വാനിൽ തന്നെ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കുമായിരുന്നു. കരഞ്ഞ് ഛർദ്ദിക്കും. ആദ്യം വിചാരിച്ചു സ്വാഭാവികമായിട്ട് സ്ഥലം മാറിയതുകൊണ്ടും പുതിയ ആളുകളൊക്കെ ആയതുകൊണ്ടും ഫ്രണ്ട്സും ആയതുകൊണ്ടായിരിക്കുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടും നിൽക്കുന്നില്ല. കുഞ്ഞ് എല്ലാ ദിവസവും ഛർദ്ദിച്ചിട്ട് വരികയുള്ളൂ. മാത്രമല്ല സ്കൂളിൽ അത് ബുദ്ധിമുട്ടായി. ഇത് ആഴ്ചകൾ കഴിഞ്ഞു പോയി, മാസങ്ങൾ കടന്നുപോയി. 6 മാസമായിട്ടും ഈ സഹോദരി പറഞ്ഞു എല്ലാ ദിവസവും കുഞ്ഞ് ഛർദ്ദിക്കുമായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു ഓൾമോസ്റ്റ് എവറി ഡേ ആണോ അല്ലെങ്കിൽ ശരിക്കും എല്ലാ ദിവസവും തന്നെയാണോ? മകൾ പറയാണ് ഈ 6 മാസത്തിൽ കുഞ്ഞ് ഛർദ്ദിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല, എല്ലാ ദിവസവും. മാത്രമല്ല ഈ സ്കൂളിൽ പോകുന്നവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തുടക്കാൻ പറ്റില്ല. കാരണം അവർ കൂടെ വരുന്ന കുട്ടികൾക്ക് ഇവ ഛർദ്ദിക്കുമ്പോൾ അത് തെറിച്ച് വീണ് അത് പ്രശ്നമാകുന്നു. അവർക്ക് ഇരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ദുർഗന്ധം എല്ലാം കൊണ്ടും കൊണ്ടുപോകുന്ന വാനിൽ പ്രശ്നമായി. സ്കൂളുകാരും സ്കൂളിലുള്ള അധികൃതരും ടീച്ചേഴ്സും ആദ്യമൊക്കെ സഹകരിച്ചെങ്കിലും ഇത് എല്ലാ ദിവസമായപ്പോൾ ഒത്തിരി പ്രശ്നമായി. ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. ഇവർ ഡോക്ടറെ കാണിച്ചു, പീഡിയാട്രീഷ്യനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ മരുന്ന് ഛർദ്ദി നിൽക്കാനുള്ള മരുന്നാണ്, പക്ഷേ ഒരാഴ്ചയിൽ കൂടുതൽ ഈ മരുന്ന് കൊടുക്കരുത്. പക്ഷേ ഈ മരുന്ന് കൊടുക്കുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാനിൽ അത്രയും സമയം ഛർദ്ദിക്കില്ല, ഈ കൊച്ച് പിടിച്ചിരിക്കും, പക്ഷെ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഛർദ്ദിക്കും. ഒരു ദിവസം ഇതുപോലെ ഈ സഹോദരി കുഞ്ഞിനെ റിസീവ് ചെയ്യാനായി വാൻ കാത്ത് നിൽക്കുന്ന സമയത്ത് ഛർദ്ദിച്ച വാനിൽ തന്നെ ഇട്ടിരിക്കുകയാണ് പതിവ് പോലെ. പക്ഷെ അവർ പറഞ്ഞു ഇനി ഞങ്ങളിത് ക്ലീൻ ചെയ്യത്തില്ല. ഈ സിസ്റ്റർ താൻ ഉടുത്തിരുന്ന നല്ല വസ്ത്രത്തിന്റെ ദുപ്പട്ട വെച്ച് തന്നെ ആ വാൻ കണ്ണുനീരോടെ ഈ സഹോദരി തുടച്ച് ക്ലീൻ ചെയ്തു. സഹോദരി പറയുന്നത് ആദ്യം എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല ബ്രദറെ, ഞാൻ കരഞ്ഞു പോകും, കാരണം അത്രയും ഞാൻ സഹിച്ചു ഈ ഒറ്റ പ്രശ്നം കൊണ്ട്. പക്ഷേ 6 മാസത്തിന് ശേഷം ഈ സഹോദരി നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. ഈ വിഷയം താൻ ഹൃദയവേദനയോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത നമ്മളുടെ പ്രെയർ വാരിയേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്ത് വെക്കുക. ഞങ്ങൾ ഫോണിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അമ്മയോട് പറഞ്ഞു കൈയെടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ സഹോദരി പ്രാർത്ഥിച്ചത് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. താൻ പറയുന്നു ശനി ഞായർ കഴിഞ്ഞ് സ്കൂളിൽ പോകണം. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ദിവസം പോലും ഈ കുഞ്ഞ് ഛർദ്ദിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല, ഉത്സാഹത്തോടെ സ്കൂളിൽ പോവുകയാണ്. കഴിഞ്ഞ വർഷം നവംബർ 13-നാണ് ഇത് സൗഖ്യം നടന്നത്. കഴിഞ്ഞ വർഷം നവംബർ 13, ഏകദേശം 1 വർഷം എടുക്കാറായിരിക്കുന്നു. ഒരു കുഴപ്പമില്ലാതെ ഉത്സാഹത്തോടെയാണ് ഈ കുഞ്ഞിപ്പോൾ സ്കൂളിൽ പോകുന്നത്. 11 മാസത്തിന് മുമ്പ് നടന്ന വിടുതലാണ്. വണ്ടർഫുൾ. ഇപ്പം മിടുക്കിയായോ? ഗുഡ് ഗേൾ ആയോ? ഗ്രേറ്റ്. എന്താ മോളുടെ പേര്? ശ്രിയ. ശ്രിയ ജീസസിന് ഇഷ്ടമാണോ? കുറേ ഇഷ്ടമാണോ? ഗ്രേറ്റ്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാരൻസിൻ്റെ വിഷമം കുട്ടികളുള്ളവർക്കറിയാം. പ്രത്യേകിച്ച് സ്കൂളിൽ 6 മാസമായിട്ട് ഈ പ്രോബ്ലം നിലനിൽക്കുമ്പോൾ, മരുന്ന് കൊടുത്തിട്ട് നിൽക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ബ്രിങ് യുവർ ചിൽഡ്രൻ ടു മീ, ഐ വിൽ ബ്ലെസ് ദം. കർത്താവ് പറയുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവരെ അനുഗ്രഹിക്കും. അമ്മമാരും അപ്പന്മാരൊക്കെ ഈ സമയത്ത് കൈകളൊന്ന് ഉയർത്തി കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് സമർപ്പിക്കാമോ? കർത്താവെ, ശ്രീയ മോളെ അങ്ങ് വിടുവിച്ചു മിടുക്കിയാക്കിയെങ്കിൽ കർത്താവെ, വേദനയോടെ ആയിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിലോ യാത്രയിലോ ഒക്കെ പ്രയാസമുള്ള അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് ഉള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലും സൗഖ്യവും അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങൾ കർത്താവ് കുഞ്ഞിനെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളുടെ കണ്ണുനീര് കണ്ട് കർത്താവെ വീണ്ടും ഒരു വലിയ വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു. ആൻഡ് ഐ ബ്ലെസ് ദിസ് ഡിയർ ബ്രദർ ഫാദർ. തിരുനാമത്തിൽ ഈ കുടുംബത്തെ മുഴുവൻ ഇപ്പോൾ ബ്ലെസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും.
പണ്ടൊരിക്കൽ യേശു ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, 4 പേർ ചേർന്നൊരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നു. ചെന്നപ്പോഴാണ് അവിടെ ഹൗസ്ഫുൾ, ഒരാൾക്ക് അവിടെ കയറാൻ സ്ഥലമില്ല ആ വീടിനകത്ത്. അവർ ചെയ്തത്, ഈ ചുമന്നുകൊണ്ട് വന്നവർ അഥവാ ഈ ബെയറേഴ്സ് ഓഫ് ദ സിക്ക് പേഴ്സൺ, അവർ ചെയ്തത് അവരവിടെ വെച്ച് തിരിച്ചു കൊണ്ടുപോകല്ല ചെയ്തത്. അവരെങ്ങനെയോ ഗോവണിയോ ചെയ്ത രീതിയിൽ മേൽക്കൂരയിൽ കയറി കുറേ ആ മേൽക്കൂര അങ്ങ് പൊളിച്ച് കയറ് കെട്ടി ഇറക്കി കൊടുത്തു, കട്ടിലോടെ ഇറക്കി കൊടുത്തു. യേശു ചെയ്തത് അദ്ദേഹത്തെ തൊട്ട് സൗഖ്യമാക്കി. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ സൗഖ്യമായി അവിടെ നിന്നും ആ ജനക്കൂട്ടത്തിന് നടുവിലൂടെ താൻ സൗഖ്യമായി വീട്ടിലേക്ക് പോയി. ഇതുപോലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും കർത്താവിന് ശക്തിയുണ്ട്, മനസ്സുണ്ട്. ഇന്നും miracles are happening even today because the miracle worker is alive. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്ക്രീനിലേക്ക് എല്ലാവരും കൈകൾ നീട്ടിപ്പിടിച്ചാൽ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപസ്മാര രോഗികൾ, ദിസ് ഈസ് വെരി വെരി ക്ലിയർ, അപസ്മാരമുള്ള ഫിക്സ് വരുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകും. അതിന് നിരന്തരമായ മെഡിക്കേഷനുണ്ട്, പക്ഷെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കുറേയധികം കുട്ടികൾ, ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്, കർത്താവിനെ കാണിച്ചിരുന്നു. അവർക്ക് ബെഡ് വെറ്റിംഗ് ഉണ്ട്. രാത്രിയിൽ അവർ യൂറിനേറ്റ് ചെയ്ത് പോകുന്നു, രാത്രി കിടക്കയിൽ തന്നെ അവർ മൂത്രമൊഴിച്ച് പോകുന്നു. അതിനാൽ പാരൻസ് വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അങ്ങനെയുള്ള ചില മുതിർന്നവരും ആ കൂട്ടത്തിലുണ്ട്, അവരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കിഡ്നികളുടെ തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ കിഡ്നി സ്റ്റോൺ, സിസ്റ്റുകൾ, കിഡ്നി പ്രവർത്തനരഹിതമായിരിക്കുന്ന ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒത്തിരി ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അതായത് 1-ാം വട്ടവും 2-ാം വട്ടവും 3-ാം വട്ടവും ക്യാൻസർ വന്ന് ഇനി നോ ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കേസിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കുസുമം എന്ന് പറയുന്ന ഒരു ലേഡിയെ അതിൽ കർത്താവിനെ വ്യക്തമായി കാണിക്കുന്നു. കുസുമം യേശുവിൻ നാമത്തിൽ ആ സഹോദരി പല റൗണ്ട് ക്യാൻസർ വന്നു, എന്നാൽ കർത്താവ് ആ സഹോദരിയെ സൗഖ്യമാക്കുന്നു, ആയുസ്സിനെ ദീർഘമാക്കിയാണ്. അതുപോലെ കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ എപ്പിസോഡ് കാണുന്ന ചിലരുണ്ട്. പക്ഷേ ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുള്ള മനസ്സലിവുള്ള യേശു ആ കിടക്കയിൽ നിന്നും നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ് ഇൻ ജീസസ് നെയിം. മറ്റൊന്ന്, മദ്യപാനികളായ ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ ആൺമക്കളോ സഹോദരന്മാരോ ഉള്ള ചില സഹോദരിമാർ, സ്ത്രീകൾ, നിങ്ങൾ ഒത്തിരി വിലപിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. യേശുവിൻ നാമത്തിൽ ആ കുടുംബങ്ങളിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ചില മദ്യപാനികൾ എന്നെ ഈ സമയത്ത് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ മദ്യപിച്ചു, ചില മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾ മദ്യപിച്ചു. എന്നാൽ യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ് സ്നേഹത്തോടെ. ഒരു വലിയ വിടുതൽ തരാൻ, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ പണം ഇതെല്ലാം കാത്ത് നല്ലൊരു ഫ്യൂച്ചർ നൽകാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് ആ മദ്യപാനികൾ അതിൽ നിന്നും പുറത്ത് വരട്ടെ. എല്ലാ വിഷയങ്ങളുടെ മേലും നിങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ കൈകൾ നീട്ടി വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ അവിടെ നടക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒത്തിരി ദിവസങ്ങളായി കാത്തിരുന്ന ആ ദിവസം ഇന്നാണ്. ടുഡേ we are starting the celebration, the 12th anniversary of our Blessing Center, Cochin Blessing Center, and 1000th episode. 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ ഇന്ന് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ള ശുശ്രൂഷകരും അതുപോലെ അവിടെയുള്ള ജനവും വന്നു ചേരുന്നു. ഇനി ബ്ലെസ്സിങ് സെൻറ്ററിനോട് ഒരു ബന്ധമില്ലേ പോലും യു ആർ വെൽക്കം, യു ആർ വെൽക്കം. യു ആർ ഓൾറെഡി ഇൻ ദ ബ്ലെസ്സിങ് ടുഡേ ഫാമിലി. യു ആർ വെൽക്കം വേർ എവർ യു ആർ ആൻഡ് കം വിത്ത് എ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ. വരിക, കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. ഞങ്ങൾ മാത്രമല്ല അവിടെ ശുശ്രൂഷിക്കുന്നത്, വളരെ അനോയിൻറ്റഡ് ആയിട്ടുള്ള പല ദൈവഭൃത്യന്മാരും
ദൈവദാസിമാരും വർഷിപ്പ് ലീഡേഴ്സും എല്ലാം ഉണ്ടായിരിക്കും. വി ആർ റിയലി ഗോയിങ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഇതൊരു താങ്ക്സ് ഗിവിങ് സർവീസ് കൂടിയാണ്. സോ യു ആർ വെൽക്കം. നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ അടുക്കൽ വന്ന്, നിങ്ങൾ എവിടെയാണോ അവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ചയിലെ എല്ലാ പ്രോഗ്രാമുകളും കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി. മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശുവിൽ വളരാൻ, കൂടുതൽ വചനം പഠിക്കാൻ, അനുഗ്രഹങ്ങൾ നിറയാൻ അത് ഇടയാക്കും. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും പറയണം. അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. അതിനു മുൻപ് നമുക്ക് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ കാണാം. God bless you. Bye-bye. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സകല ജഡത്തിന്മേലും ദൈവം തന്റെ ആത്മാവിനെ പകരും എന്ന് പ്രവചിച്ചതാര്? Who prophesied that God would pour out his spirit on all flesh? Options: A. Amos, B. Hosea, C. Jonah, D. Joel. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.